സ്റ്റുഡൻസ്, നമുക്ക് വെക്റ്റർ വാല്യൂഡ് ഫങ്ഷൻസിൻ്റെ വീഡിയോ 4 ചെയ്യാം. ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ലിമിറ്റ് ഓഫ് എ വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷനാണ്. ഇത് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ്റെ ലിമിറ്റ് പഠിച്ച പോലെ തന്നെയാണ്. എങ്ങനെയാണ് ഒരു റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ സെറ്റ് ടു ഹാവ് എ ലിമിറ്റ് എൽ അറ്റ് എ എന്ന് പറഞ്ഞാൽ, if it is possible to make the function arbitrarily close to L by choosing values closer and closer to A. അതേപോലെ തന്നെയാണ് ലിമിറ്റ് ടി ടെൻസ് ടു ടി നോട്ട് ആർ ഓഫ് ടി ഈസ് ഈക്വൽ ടു എൽ. വാട്ട് ഇസ് ആർ ഓഫ് ടി? ആർ ഓഫ് ടി ഇസ് എ വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ എഫ് ഓഫ് ടി ഐ പ്ലസ് ജി ഓഫ് ടി ജെ പ്ലസ് എച്ച് ഓഫ് ടി കെ. അതിൻ്റെ ലിമിറ്റാണ് എൽ വെൻ ആസ് ടി അപ്രോച്ചസ് ടി നോട്ട് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? വെൻ ടി ടെൻസ് ടു ടി നോട്ട് ആർ ഓഫ് ടി കംസ് ക്ലോസർ ആൻഡ് ക്ലോസർ ടു എൽ. അതിൻ്റെ എപ്സിലോൺ ഡെൽറ്റ ഡെഫിനേഷൻ നിങ്ങൾ മറ്റേത് പഠിച്ചതുപോലെ ഫോർ എവറി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 there exists a corresponding delta greater than 0 such that for all t 0 less than mod t minus t not less than delta implies mod r of t minus L is less than epsilon. അതായത് വെൻ ടി ടെൻസ് ടു ടി നോട്ട് ആർ ഓഫ് ടി ടെൻസ് ടു എൽ എന്നർത്ഥം. ബട്ട് എൽ ഇസ് എ വെക്റ്റർ. സിൻസ് ആർ ഓഫ് ടി ഇസ് എ വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ, ദ ലിമിറ്റ് ഇസ് ഓൾസോ എ വെക്റ്റർ. വി കൻ ഡിനോട്ട് എൽ ആസ് L1i plus L2j plus L3k. അപ്പോൾ ലിമിറ്റ് ടി ടെൻസ് ടു ടി നോട്ട് ആർ ഓഫ് ടി എൽ എന്ന് പറഞ്ഞാൽ ലിമിറ്റ് ടി ടെൻസ് ടു ടി നോട്ട് എഫ് ഓഫ് ടി ഐ പ്ലസ് ജി ഓഫ് ടി ജെ പ്ലസ് എച്ച് ഓഫ് ടി കെ ഈക്വൽ ടു L1i plus L2j plus L3k. നമ്മൾ രണ്ട് സൈഡ് കമ്പയർ ചെയ്യുമ്പോൾ limit f of t is L1, limit t tends to g of t is L2, and limit t tends to h of t is L3. Therefore, limit t tends to t naught r of t is equal to L, because L we know that L1i plus L2j plus L3k. അതിന് പകരമായിട്ട് ഈ ലിമിറ്റ് എഫ് ഓഫ് ടി ഐ L1ന് പകരം എഴുതാം, പ്ലസ് L2ന് പകരം ലിമിറ്റ് ടി ടെൻസ് ടു നോട്ട് ജി ഓഫ് ടി ഇൻറ്റു ജെ പ്ലസ് ലിമിറ്റ് ടി ടെൻസ് ടു നോട്ട് എച്ച് ഓഫ് ടി ഇൻറ്റു കെ എന്ന് എഴുതാം. അതായത് ലിമിറ്റ് ഓഫ് എ വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഓരോ കമ്പോണൻസിൻ്റെയും ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. അത് ലിമിറ്റ് ഓഫ് എ റിയൽ വാല്യൂഡ് വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ എക്സിസ്റ്റ് ഇഫ് ആൻഡ് ഓൺലി ഈച്ച് ലിമിറ്റ് ഓഫ് ഇറ്റ്സ് കമ്പോണൻസ് മസ്റ്റ് എക്സിസ്റ്റ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പ്രോബ്ലം ഇസ് വെരി സിമ്പിൾ. ഓഫ് ടി ഈസ് ഈക്വൽ ടു എ കോസ് ടി ഐ പ്ലസ് എ സൈൻ ടി ജെ പ്ലസ് സി ടി കെ. ഫൈൻ ലിമിറ്റ് ടി ടെൻസ് ടു ആർ ഓഫ് ടി എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് ഈക്വൽ ടു ഇത് സെപ്പറേറ്റ് ആയിട്ട് ലിമിറ്റ് എഴുതാം. ലിമിറ്റ് ടി ടെൻസ് ടു പൈ എ കോസ് ടി ഐ പ്ലസ് ലിമിറ്റ് ടി ടെൻസ് ടു പൈ എ സൈൻ ടി ജെ പ്ലസ് ലിമിറ്റ് ടി ടെൻസ് ടു പൈ സി ടി കെ. എന്നിട്ട് ടിക്ക് പൈ കൊടുക്കുമ്പോൾ എ കോസ് പൈ ഐ പ്ലസ് എ സൈൻ പൈ ജെ പ്ലസ് സി പൈ കെ. കോസ് പൈ എന്ന് പറഞ്ഞാൽ -1, സൈൻ പൈ എന്ന് പറഞ്ഞാൽ 0. സോ ദ ആൻസർ ഇസ് മൈനസ് എ ഐ പ്ലസ് സി പൈ കെ. Second problem of t is t square plus e raised to j minus 2 cos pi t k ആണെങ്കിൽ ലിമിറ്റ് t tends to 0 of t എന്ന് പറഞ്ഞാൽ ലിമിറ്റ് t tends to 0 t square i plus ലിമിറ്റ് t tends to 0 raised to j minus ലിമിറ്റ് t tends to 0 2 cos pi t k എന്ന് പറഞ്ഞാൽ tക്ക് 0 കൊടുക്കുമ്പോൾ this becomes 0, this is e raised to 0 is 1 and this is 2 cos 0 വരും. cos 0 is 1, so 2k. The answer is j minus 2. Next problem, find limit t tends to 0 cos t I plus tan t by t j plus t log t k. So that is equal to in limit നമുക്ക് sum of these limits എഴുതാം. limit t tends to 0 cos t I plus limit t tends to 0 tan t by t j plus limit t tends to 0 t log t k. ഇത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഓരോ കമ്പോണൻസിൻ്റെ ലിമിറ്റ് കാണുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ഒറ്റയടിക്ക് ലിമിറ്റ് കിട്ടില്ല. ഇൻഡിറ്റർമിനേറ്റ് ടേംസ് ഈ രണ്ട് ടേമിനും വരും. സോ നമ്മൾ എലോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്യുന്നത് പഠിച്ചതുപോലെ എങ്ങനെ നമുക്ക് ലിമിറ്റ് കാണും. ഫസ്റ്റ് വൺ ഇസ് ലിമിറ്റ് t tends to 0 cos t, that's cos 0 1. But limit tan t by t means 0 by 0, that is an indeterminate term. So by L'Hospital rule, find out the derivative of the numerator by denominator. f by g term മാത്രമേ അത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. So the limit 6 square t by 1, 6 square 0 is 1, so 1, answer is 1. Limit t log t 0 into infinity is indeterminate term, but in order to apply the L'Hospital rule you have to express this in the f by v form, quotient formula express ചെയ്യണം. അപ്പോൾ ഇതിനെ log t by 1 by t എന്ന് എഴുതാം. അപ്പോഴും ഇൻഫിനിറ്റി t tends to 0 കൊടുക്കുമ്പോൾ log 0 by 1 by 0 കിട്ടും. infinity by infinity indeterminate. Therefore again find out the derivative. log t derivative 1 by t, ഇവിടെ -1 by t square, രണ്ടും കൂടി ഡിവൈഡ് ചെയ്യുമ്പോൾ -t എന്ന് കിട്ടും. Therefore limit t tends to 0 minus t, that is 0. Then when you substitute here you will get I plus j. ഇത് രണ്ടും അസൈൻമെൻ്റ് ആണ്. അടുത്തത് നമുക്ക് കണ്ടിന്യൂറ്റി ഓഫ് എ വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ. നമ്മൾ റിയൽ വാല്യൂഡ് പഠിച്ചതുപോലെ തന്നെ ഒരു വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ ആർ ഓഫ് ടി ഈസ് കണ്ടിന്യൂസ് അറ്റ് എ പോയിന്റ് ടി നോട്ട് ഇറ്റ്സ് ഡൊമെയിൻ if limit t tends to t naught of t is equal to r of t naught. This is a continuity at a point ആണ്.
അങ്ങനെയാണെങ്കിൽ ആ എപ്പോഴേക്കും കണ്ടിന്യൂസ് അറ്റ് ഓൺ ആൻ ഇൻ്റർവെൽ ഇഫ് ഇറ്റ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എവറി പോയിന്റ് ഓൺ ദാറ്റ് ഇൻ്റർവെൽ. ഇനി നമുക്ക് ലാസ്റ്റ് ഒരു കമ്പോണൻറ്റ് ടെസ്റ്റ് ആണ് ഫോർ കണ്ടിന്യൂറ്റി. ദ സ്റ്റേറ്റ്മെൻറ്റ് ദ വെക്റ്റർ ഫംഗ്ഷൻ ആർ ഓഫ് ടി ഈസ് ഈക്വൽ എഫ് ഓഫ് ടി ഐ പ്ലസ് ജി ഓഫ് ടി ജെ പ്ലസ് എച്ച് ഓഫ് ടി കെ is continuous at t is equal to t naught if and only f, g, h are continuous at every point t naught. അതായത് ഒരു വെക്റ്റർ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവണമെങ്കിൽ അതിൻ്റെ ഓരോ കമ്പോണൻസും കണ്ടിന്യൂസ് അറ്റ് ടി നോട്ട് ആവണം. നമുക്ക് ആദ്യത്തെ നെസറി പാർട്ട് ഇഫ് ആൻഡ് ഓൺലി ഫൈവ് രണ്ട് വാക്കും ചെയ്യണം. പ്രൂഫാണ്. സപ്പോസ് എ വെക്റ്റർ ഫംഗ്ഷൻ ആർ ഓഫ് ടി ഈക്വൽ എഫ് ഓഫ് ടി ഐ പ്ലസ് ജി ഓഫ് ടി ജെ പ്ലസ് എച്ച് ഓഫ് ടി കെ ഇസ് കണ്ടിന്യൂസ് അറ്റ് ടി ഈസ് ഈക്വൽ ടു ടി നോട്ട്. അപ്പോൾ ഡെഫിനേഷൻ അനുസരിച്ച് ലിമിറ്റ് ടി ടെൻസ് ടു ടി നോട്ട് ആർ ഓഫ് ടി ഈസ് ഈക്വൽ ആർ ഓഫ് ടി നോട്ട് എന്ന് പറഞ്ഞാൽ എന്ത് വരും? അടുത്ത പേജിൽ എന്ത് വരാം? ലിമിറ്റ് ടി ടെൻസ് ടു ടി നോട്ട് എഫ് ഓഫ് ടി ഐ പ്ലസ് ജി ഓഫ് ടി ജെ പ്ലസ് എച്ച് ഓഫ് ടി കെ ഈസ് ഈക്വൽ ടു ആർ ഓഫ് ടി നോട്ട് എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഈക്വൽ ടു എഫ് ഓഫ് ടി നോട്ട് ഐ പ്ലസ് ജി ഓഫ് ടി നോട്ട് ജെ പ്ലസ് എച്ച് ഓഫ് ടി നോട്ട് കെ. സോ ദാറ്റ് വി ക്യാൻ കമ്പയർ ദ ലെഫ്റ്റ് സൈഡ് ആൻഡ് റൈറ്റ് സൈഡ്. അതിന് മുമ്പായിട്ട് ഇതിനൊക്കെ ലിമിറ്റ് കൊടുക്കാം. അപ്പോൾ ലിമിറ്റ് ടി ടെൻസ് ടി നോട്ട് എഫ് ഓഫ് ടി ഇൻറ്റു ഐ പ്ലസ് ലിമിറ്റ് ടി ടെൻസ് ടി നോട്ട് ജി ഓഫ് ടി ഇൻറ്റു ജെ പ്ലസ് ലിമിറ്റ് ടി ടെൻസ് ടി നോട്ട് എച്ച് ഓഫ് ടി ഇൻറ്റു കെ ഈക്വൽ ടു എഫ് ഓഫ് ടി നോട്ട് ഐ പ്ലസ് ജി ഓഫ് ടി നോട്ട് ജെ പ്ലസ് എച്ച് ഓഫ് ടി നോട്ട് കെ. സോ വി ക്യാൻ കമ്പയർ ദ ലൈക്ക് ടേംസ്. ഐയുടെ കോഎഫിഷ്യൻറ്റ് വരുമ്പോൾ ലിമിറ്റ് ടി ടെൻസ് ടു ടി നോട്ട് എഫ് ഓഫ് ടി ഈക്വൽ എഫ് ഓഫ് ടി നോട്ട്, ജെയിൻ്റെ കോഎഫിഷ്യൻറ്റ് ലിമിറ്റ് ടി ടെൻസ് ടു നോട്ട് ജി ഓഫ് ടി ഈക്വൽ ജി ഓഫ് ടി നോട്ട്, ആൻഡ് ദ ലാസ്റ്റ് വൺ കെയുടെ കോഎഫിഷ്യൻറ്റ് ലിമിറ്റ് ടി ടെൻസ് ടു എച്ച് ഓഫ് ടി ഈക്വൽ ടു എച്ച് ഓഫ് ടി നോട്ട്. അപ്പോൾ തന്നെ ക്ലിയർ ആണ്. എഫ് ജി എച്ച് ആർ ഓൾ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസ്. therefore real functions f, g and h that components are all continuous at the point t naught. Converse part ഇതേപോലെ തന്നെ suppose these real functions ആയ f, g, h of r of t components are all continuous at t naught. Therefore, by the definition of continuity for the real valued function, it is clear that limit t tends to t naught f of t is equal to f of t naught, limit t tends to t naught g of t is equal to g of t naught, and limit t tends to t naught h of t is equal to h of t naught. Therefore, നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം? വി വോണ്ട് ടു പ്രൂവ് ദാറ്റ് ആർ ഓഫ് ടി ഈസ് കണ്ടിന്യൂസ് വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ. അതായത് നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം? ലിമിറ്റ് ടി ടെൻസ് ടു നോട്ട് ആർ ഓഫ് ടി ഈസ് ഈക്വൽ ടു ആർ ഓഫ് ടി നോട്ട് എന്ന് പ്രൂവ് ചെയ്യണം. സോ സ്റ്റാർട്ട് വിത്ത് ലിമിറ്റ് ടി ടെൻസ് ടു ടി നോട്ട് ആർ ഓഫ് ടി. ദാറ്റ് ഈസ് ലിമിറ്റ് ടി ടെൻസ് ടു ടി നോട്ട് എഫ് ഓഫ് ടി ഐ പ്ലസ് ജി ഓഫ് ടി ജെ പ്ലസ് എച്ച് ഓഫ് ടി കെ. ദാറ്റ്സ് ഈക്വൽ ടു ലിമിറ്റ് ടി ടെൻസ് ടു നോട്ട് എഫ് ഓഫ് ടി ഇൻറ്റു ഐ പ്ലസ് ലിമിറ്റ് ടി ടെൻസ് ടു ജി ഓഫ് ടി ഇൻറ്റു ജെ പ്ലസ് ലിമിറ്റ് ടി ടെൻസ് ടു എച്ച് ഓഫ് ടി ഇൻറ്റു കെ. ദാറ്റ് ഈസ്, so it's already given that f, g, h, these real value functions are all continuous at t naught. So this is equal to f of t naught. So we can write this as f of t naught into I plus g of t naught into j plus h of t naught into k. And that is equal to, these all are r of t naught. Therefore, it is clear that limit t tends to t naught, r of t is equal to r of t naught. Hence, a vector valued function r of t is continuous at the point t is equal to t naught.